ഓറഞ്ച് വെബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ തിംഫു സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടുത്തെ താഴെയൊക്കെ എനിക്ക് തോന്നുന്നു ഷോപ്സ് ഒക്കെയാണെന്ന് തോന്നുന്നു, മുകളിലോട്ടൊക്കെ ഫ്ലാറ്റ് പോലെ. ഇവിടെ അധികം ഈ ഒരു ഭാഗത്ത് അധികം ഫ്ലാറ്റ്സ് ഒക്കെയാണ് കാണാനുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരോ കൺസൾട്ടൻസി പിന്നെ അങ്ങനത്തെ കുറേ ഇതൊക്കെയാണ് ഇവിടെ. കമ്പനീസ് ഒക്കെയാണ്, കമ്പനീസ് അല്ല, ഈ ചെറിയ ചെറിയ കടകളും ഷോപ്സും എല്ലാം ഉണ്ടാകും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ GDP-നേക്കാൾ അവർ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്സിലാണ് അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഇവിടുത്തെ ഗൈഡ് നമ്മളോട് പറഞ്ഞു, വി ലവ് അവർ കിങ്. അതായത് അവർ റെസ്പെക്ട് ചെയ്യും മാത്രമല്ല ലവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു പ്രത്യേകത തോന്നി. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കേട്ടോ, തിംഫുവിലെ ലോക്കൽ മാർക്കറ്റാണിത്. ഇപ്പോൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഇവിടെ ഫിഷിൻ്റെ ഒക്കെ അപ്പുറത്തെ സൈഡിലുണ്ടെന്ന് തോന്നുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ ഇവിടുത്തെ എല്ലാ ഭാഗവും. അതെ, നമുക്ക് എക്സെപ്ഷനലി അത്രയും നന്നായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലൊക്കെയാണ് ഡ്രൈ ഫിഷൊക്കെ ഉണ്ട്. ഇവിടെ ഫുൾ വെജിറ്റബിൾസ് ആണ് ഈ സൈഡ് മൊത്തം. ഇതിലുള്ള കാഴ്ചകളൊക്കെ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒത്തിരി സ്മെല്ലൊന്നും അവിടെ ഇല്ല കേട്ടോ. ഈ ഒരു ഭാഗം ഉണക്കമീൻ്റെ ഒക്കെ ഭാഗമാണ്, പക്ഷെ എന്നാൽ പോലും അങ്ങനെ വലിയ മണമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ സൈഡൊക്കെ ഉണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് വെജിറ്റബിൾസ് എന്ന്. പിന്നെ ഇവിടുത്തെ ഈ ഭൂട്ടാനീസ് ₹1 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ₹1 സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഭൂട്ടാനീസ് കറൻസി യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി യൂസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡോളർ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇന്ത്യൻ റുപ്പീസും കൈ കിട്ടിയായിരുന്നു. നമ്മൾ കൺവേർട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വേറെ ഭൂട്ടാനീസ് റുപ്പിയുടെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു മുൻകരുതലായിട്ട് ഡോളർ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മൾ ഡോളർ കൈ കരുതിയായിരുന്നു. പക്ഷെ നമുക്ക് ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാ പ്ലേസസിലും നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തോളും. അമ്കുട്ടിയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ മാർക്കറ്റൊക്കെ. അമ്കുട്ടി ഇതെന്താ അമ്കുട്ടി ഇത്? അറിയില്ല അല്ലേ, കൊച്ചിങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. എനിക്കിതിനൊന്നും പേരറിഞ്ഞൂടാ കേട്ടോ. ഇത് പക്ഷെ മുളക് പൊടിച്ചത് മാത്രം കണ്ടപ്പോൾ മനസ്സിലായി. പയർ അതൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. വേറെ ഒന്നും കുറേ സാധനങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇവർ ഈ കുത്തി വെച്ചേക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒത്തിരി സാധനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ ഇലകള്, എന്തൊക്കെയോ ടൈപ്പ് ഇലകള്. ഇത് ഫേൺസ് എന്നാണ് ചേട്ടാ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നാം ക്യാ ഹേ നാം നെയിം നാക്കിൻ എന്നാ പറഞ്ഞത്. എന്താണ് അവസാനം ഇത് എങ്ങനെയാണോ കറിക്കുന്നത്? ₹50 എന്നാ പറഞ്ഞത്. പക്ഷേ ഇത് മുളകൊക്കെ നല്ല പാക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടുത്തെ തണുപ്പ് കാരണം തോന്നുന്നു നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. വാടിയൊന്നല്ല ഇരിക്കുന്നത്. ഇതെന്താണോ വല്ല സാധനം? ഇതെന്ത് സാധനം? Actually, bro, excuse me, what's this item? ചോദിച്ചോക്കെ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തിംഫു സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതേ പല കടകളുടെയും ഫ്രണ്ടിൽ കൂടെ എത്തുമ്പോൾ ഞങ്ങൾ ഓടേണ്ട അവസ്ഥയാണ്. കാരണം അമ്മുക്കുട്ടിനെ കൊണ്ട് ഒരു രക്ഷയില്ല. പല കടയിലും സ്വന്തമായിട്ട് പോയി കയറുക. പ്രത്യേകിച്ചും ടോയ്സിന്റെ ഷോപ്പ് ഉണ്ടെങ്കിൽ ഓടി ഇറങ്ങുമോ ഞങ്ങൾ അവിടെ നിന്ന് ആ ഒരു ഭാഗത്തൊന്നായിട്ട്. ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ തിംഫു പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. പിന്നെ സൈഡിലായിട്ട് കാണുന്ന വലിയ ബിൽഡിംഗ് എംപ്ലോയീസ് പെൻഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്സിൽ ഭൂരിഭാഗവും ഗവൺമെൻറ് ബിൽഡിങ്സ് തന്നെയാണ് കേട്ടോ. ഗവൺമെൻറ് ബിൽഡിങ്സ് അല്ല, ഗവൺമെൻറ് ഓഫീസുകൾ, പല ഗവൺമെൻറ് ഓഫീസുകൾ ഇരിക്കുന്ന ബിൽഡിങ്സ് ആണ്. പിന്നെ ഇതൊരു തിംഫു എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ സിറ്റി ആണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലും ഗവൺമെൻറ് ഓഫീസസ് ആണ് കൂടുതലായിട്ടിരിക്കുന്നത്.
പിന്നെ ഇവിടുത്തെ ഒട്ടുമിക്ക ബിൽഡിങ്സിലും ആ ഒരു പർട്ടിക്കുലർ ആർക്കിടെക്ചർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവരുടെ ഒരു രീതി, തനതായ ശൈലി എല്ലാവരും കാണും. എല്ലാ ബിൽഡിങ്സിലും കണ്ടോ അതിലൊരു കൊത്തുപണികളും കാര്യങ്ങളൊക്കെ എല്ലാ ബിൽഡിങ്സിലും ഉണ്ട്. അങ്ങനെ ഇല്ലാത്തൊരു ബിൽഡിംഗ് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നേ പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ തിംഫു സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഭൂട്ടാനിലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ളൊരു നഗരമാണ് കേട്ടോ തിംഫു എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇൻ്റർനെറ്റ് കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, നൈറ്റ് ക്ലബ്ബ് എന്നിവ കുറച്ചും കൂടെ കൂടുതലുണ്ട് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ. പിന്നെ ഈ പരിസ്ഥിതി സംരക്ഷണം മുൻനിർത്തിയിട്ട് തയ്യാറാക്കിയ തിംഫു സ്ട്രക്ചർ പ്ലാൻ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ സിറ്റി ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തുന്നത്. ഇത് ഏകദേശം സീ ലെവലിൽ നിന്ന് ഏകദേശം 7000 അടിയോളം ഹൈറ്റാണ് നിൽക്കുന്നത്, അതായത് ഏകദേശം 2000 മീറ്റർ. ഞങ്ങൾ പോയത് മെയിലാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റിംഗ് ബുദ്ധ സ്റ്റാച്യൂയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ കാണാം. ഇവിടെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആട്ടോ, നല്ല ഒരു തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റിംഗ് ബുദ്ധയുടെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളുടെ സ്പോൺസർഷിപ്പോടുകൂടി തന്നെയാണ് പഠിക്കുന്നതെന്നാണ് ഇവിടെയുള്ള ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ജനറോസിറ്റി, പീസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ലോകത്തിലെ എല്ലാ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ജനറോസിറ്റി, പീസ് എല്ലാം വേണ്ടിയിട്ടാണ് ഈ ഒരു ബുദ്ധ ചെയ്തതെന്നാണ് പറയുന്നത്. ഞാൻ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് കാരണമൊന്നും അറിയത്തില്ല. ഈ ബുദ്ധ സ്റ്റാച്യൂവിൻ്റെ ഹൈറ്റ് മാത്രം വരുവാണെങ്കിൽ 162 ഫീറ്റാണ് വരുന്നത്. ടോട്ടൽ ഹൈറ്റ് വരുമ്പോൾ 262 ഫീറ്റ് വരും. ഇതിന് ഫ്രണ്ടിലായിട്ട് എന്തോ ഒരു മാസ് പ്രെയർ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കുറേ പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ല, നല്ല ഭംഗിയാട്ടോ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല കൊത്തുപണികളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ഭാഗമാണ്. ഉള്ളിലോട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല, അപ്പോൾ അതുകൊണ്ടായിരിക്കും കാണിക്കാൻ പറ്റാത്തത്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 1,25,000 ചെറിയ ചെറിയ ബുദ്ധൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പോൾ അത് കുറേയൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഡിവോട്ടീസൊക്കെ കൊടുത്തതാണ്, അല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഇതിനകത്ത് ഫുൾ അതിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. പിന്നെ ഇവിടുത്തെ കുറേ ബുദ്ധ സന്യാസിമാർ അവരുടെയൊക്കെ പ്രതിമകൾ ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക്. പിന്നെ അതിനകത്തിരിക്കുന്ന സ്റ്റാച്യൂസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1,00,000 എണ്ണം 8 ഇഞ്ചിൻ്റെയാണ്, ബാക്കിയുള്ള 25,000 എണ്ണം 12 ഇഞ്ചിൻ്റെയാണ്. ഈ കഥയൊക്കെ എന്നോട് പറഞ്ഞത് ചേട്ടായാട്ടോ. ഇത് ഗൈഡൊന്നുമല്ല പറഞ്ഞ ചേട്ടായാണ് ഈ കഥകളൊക്കെ പറഞ്ഞത് കേട്ടോ. എവിടെ നിന്നെങ്ങാണ്ട് പഠിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അതിൽ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. കാരണം നല്ല ക്ലൈമറ്റാണ്, പിന്നെ നല്ല ഭംഗിയായിട്ട് ഏതൊരു ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും എന്തെങ്കിലും ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണാനുണ്ടോ, ഇത് തിംഫു വാലിയാണ്. മൗണ്ടൻസിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇരിക്കുന്ന കണ്ടോ ഈ ഒരു വാലി, അതാണ് തിംഫു എന്ന് പറഞ്ഞ സിറ്റി വരുന്നത്. ഇന്ന് വലിയ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാനൊക്കെ പറ്റും. ചില ദിവസമൊന്നും ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കിയാൽ കാണത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭൂട്ടാനിലെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.